ഹായ് ഓൾ, ഇന്ന് ഞങ്ങളൊരു ബ്രൗണി ഉണ്ടാക്കാനാണ് കേട്ടോ പോകുന്നത്. സോ അതിനായിട്ട് ഞാൻ എൻ്റെ കയ്യിൽ ഈ ഒരു ചോക്ലേറ്റ് ഫുഡ്സ് ബ്രൗണി മിക്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രഷ് ക്രീമും കൂടെ എടുത്തിട്ടുണ്ട്. സോ നമ്മൾ ഫസ്റ്റ് കണ്ട് ആ ബ്രൗണി മിക്സ് നമ്മളൊരു ബൗളിലേക്ക് ഇട്ട് അതിൻ്റെ കൂടെ ബട്ടറും കൂടി ഇട്ട് നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കണം. സോ അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് വാട്ടർ ആൻഡ് അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് കാണിച്ച ആ ഒരു ഫ്രഷ് ക്രീമും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു മിക്സ്ചർ ബേക്കിംഗ് ബൗളിലേക്ക് മാറ്റണം. സോ ആ ബൗളിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ഈ ഒരു ബട്ടർ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഈ ഒരു കേക്ക് അതിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാകും. സോ അതിനുശേഷം നമ്മൾ ഈ ഒരു മിക്സ്ചർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയായിരുന്നു ചെയ്തത്. അതിനുശേഷം നമുക്ക് ഈ ഒരു മിക്സ്ചറിനെ ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 10 to 20 minutes കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് തന്നെ ഞങ്ങളുടെ ബ്രൗണി റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ക്വാണ്ടിറ്റി വളരെ കുറഞ്ഞതുപോലെ എനിക്ക് തോന്നി കേട്ടോ. കാരണം നമ്മൾ ഒരുപാട് പൊന്തി വരികയൊക്കെ ചെയ്യുമെന്നൊക്കെ ആയിരുന്നു വിചാരിച്ചത്, പക്ഷേ അതൊന്നും നടന്നിട്ടുണ്ടായില്ല. സോ അതിനുശേഷം ഞങ്ങൾ അതിൻ്റെ പുറത്ത് ജസ്റ്റ് ഒരു ലുക്കിന് വേണ്ടി കുറച്ച് ചോക്ലേറ്റ്സ് ലൈക്ക് ഡാർക്ക് ചോക്ലേറ്റ് അതിൽ മെൽറ്റ് ചെയ്ത് ഒഴിക്കാമെന്ന് കരുതി. സോ അത് ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്ത് ബീറ്റ് ചെയ്യാണ് കേട്ടോ. അങ്ങനെ ആ ഒരു ക്രീം ഞങ്ങൾ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മുടെ ബ്രൗണി കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ആദ്യം അമ്മയാണ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് അമ്മേൻ്റെ റിയാക്ഷൻ കാണാം. അങ്ങനെ എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കി, കൂട്ടത്തിൽ ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കി. സംഭവം ബ്രൗണി പോലെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അതിന് മുകളിൽ ആഡ് ചെയ്ത ഡാർക്ക് ചോക്ലേറ്റ് ചെറുതായിട്ടൊന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ക്വാണ്ടിറ്റി വളരെ കുറവായതുപോലെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ.